ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കേസ് ഡിനോസർ ഐറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഓന്തിനെ പോലത്തെ ഡിനോസറിനെ വെച്ചുള്ള കളിയാണ്. അതിൻ്റെ ഓട്ടം നോക്കി ആട്ടിക്കുണുകി ഓടി 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 ഇങ്ങനെ ഇങ്ങോട്ടാണെന്നൊരു അറിയത്തില്ല. നമ്മൾ കാണാൻ പോലും പറ്റുന്നില്ല. ഓട്. നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇപ്പം 30%. ഓടിക്കോ ഓടി ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വെള്ളം ഒറ്റ ഡിനോസർ കുഞ്ഞുങ്ങളെ പോലും കാണുന്നില്ലല്ലോ ഇവിടെ നിന്ന്. സാധാരണ എപ്പോഴും ഇഷ്ടംപോലെ ഡിനോസർ കാണുന്നത്, പക്ഷെ ഇപ്പം ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. ഇപ്പത്തെ അങ്ങോട്ട് വെള്ളത്തിൽ വീണാണ്. കയറി മോനെ കയറിയോ. ഓടിക്കോ നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോവാം. അവിടെ ഒന്നും ആരുമില്ല. ഞങ്ങൾക്ക് ചൊറിയാൻ വേണ്ടി ആരും കൈ കിട്ടിയില്ല. അവിടെ കുറച്ച് ഫുഡ് കിടപ്പുണ്ട്. വയറിന് കുറച്ച് വിശപ്പുണ്ട്. അവിടെ ഒരു മുതല പിടിച്ചിട്ടാന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ചൊറിയാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. മുതല ചിലപ്പം ട്രാപ്പിട്ട് വെച്ചേക്കുന്നതായിരിക്കും ആരെങ്കിലും വരുമ്പം പണി കൊടുക്കാൻ. മുതല കണ്ടെന്ന് തോന്നുന്നു. എടുത്തോ നൈസായിട്ട് ഫുഡ് അയ്യോ ഓടിക്കോ ഓറാ. മുതല കുറേ വരുന്നുണ്ട്. ഓടിക്കോ. പിന്നെ നമ്മളെ മുതലൊക്കെ പിടിച്ചാൽ കിട്ടത്തൊന്നുമില്ല. നമ്മൾ നല്ല മുതലേക്കാട് സ്പീഡുള്ളതുകൊണ്ട് പിന്നെ ആൾക്കാർ ഓർത്ത് പേടിയാണ്. പോടാ പന്നി. അയ്യോ ഈ കല്ലൊക്കെ ഇവിടെ കൊണ്ടുവച്ച്. പോടാ. ഇനി എന്തൊക്കെ വെച്ചാൽ ചെയ്താലും നമ്മളെ ഓടി തോപ്പിക്കാൻ നിനക്ക് പറ്റത്തില്ല മോനെ മുതലക്കുട്ട. ഓടി മുതലയാന്ന് പോലും മുതല ഒന്ന് കരഞ്ഞേക്ക. നമുക്ക് വേറെ വല്ലയിടത്തോട്ടും പോയി എന്തെങ്കിലും ഫുഡ് വല്ലതും കിട്ടുമോ നോക്കാം. അല്ല, മുതലയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ നമ്മളെ പഞ്ഞിക്കിടും. ഓഹി നമ്മൾ പിന്നെയും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലവും ഒരേപോലെ ഇരിക്കും. സ്മെല്ല് ചെയ്ത് അവിടെ കുറച്ച് ഫുഡ് കിടപ്പുണ്ട്. ഒരു മുതലല്ലേ ചത്ത് കിടക്കുന്നത്. നമ്മളെ ഓടിച്ചവനാണെന്ന് തോന്നുന്നു. അല്ലല്ല, അവൻ കുറച്ചുകൂടെ വലുതായിരുന്നു തോന്നി. ഇവൻ അവൻ്റെ ചെറുതാ. എന്താ വേനലിൽ ഇവനെ തിന്ന് നമുക്ക് കുറച്ച് ആശ്വാസം നേടാം. തിന്നോ. വയറ് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ തേരാപ്പാര ഓടി നടക്കാം. അല്ലാതെ പിന്നെ വേറെ ഒന്നും ഇല്ല. നമുക്ക് ആരെയും കാണുന്നില്ല ഇവിടെ നിന്ന്. ആറണ്ടാ ഇവിടെ. അയ്യോ, ഇവനിത് എവിടെ നിന്ന് കയറി വന്നു. നമ്മൾ പിന്നെയും ജനിച്ചു ഗൈസ്. പക്ഷെ ആ മുതല എവിടെ നിന്ന് കയറി വന്നെന്ന് അറിയത്തില്ല കേട്ടോ. അവൻ നമ്മളെ നോക്കി നിൽക്കുമെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ ഓടിച്ചു വിട്ട അവനാണെന്ന് തോന്നുന്നു ഇപ്പം നമ്മളെ പിന്നെയും കൊന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പിന്നെയും ജനിച്ചിട്ടുണ്ട്. നമ്മളോടാണ് കളി. ഇപ്പം നൈറ്റായി കേട്ടോ ഗൈസ്. നൈറ്റിലെ ഗെയിം പ്ലേ കുറച്ച് പോസ്റ്റാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. രാവിലെ ആണെങ്കിൽ കുഴപ്പമില്ല. കയറി ഇനി പിന്നെ വല്ല മുതലെല്ലാം കയറി പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. അത് കയറാനും പറ്റുന്നില്ലല്ലോ. പണ്ടാരയോ എന്തൊന്ന് മതില. കയറിക്കോ മോനെ. കയറാൻ പറ്റുന്നില്ലല്ലോ. കയറി പെട്ടെന്ന് കയറാ. മുതലെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെയും പിടിച്ച് നമ്മളെ പണിഞ്ഞിട്ട് പോകും. രക്ഷപ്പെട്ട്. ഓഹി, എൻ്റെ ചാട്ടമൊക്കെ കാണാൻ അടിപൊളി കേട്ടോ. നമ്മൾ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഒരു സ്ഥലത്ത് തന്നെയാണ് തോന്നുന്നു വരുന്നത്. ഇതിൻ്റെ താകെ കണ്ട ഒരു മുതലിനെ മാത്രം കണ്ടു. പിന്നെ വേറെ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ കുറേ ഡിനോസർ ഉണ്ട്, പക്ഷെ ആരെയും കാണുന്നില്ല അങ്ങോട്ട്. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചൊറിയായിരുന്നു. ചൊറിയാഞ്ഞിട്ടാണ് വയ്യ.
ആരെയും അങ്ങോട്ട് കൈ കിട്ടുന്നില്ല. നമ്മൾ ചെറുതായതുകൊണ്ട് പിന്നെ നമ്മൾ പിടിക്കുന്ന കുറച്ച് ടാസ്ക്കാണ്. നമ്മളെ പിടിക്കാൻ കിട്ടത്തില്ല. അതാണ് നമ്മുടെ ഒരു ധൈര്യവും. താഴോട്ട് പോയി നോക്കാം. ഇവന്മാരെല്ലാം കിടന്ന് ഉറങ്ങിയേ, ആരെയും കാണുന്നില്ലല്ലോ. ഓടിക്കോ 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 ഓടിക്കോ. ഓടി 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 അവൻ കുഴഞ്ഞ്. അത് മാപ്പിൻ്റെ നടുക്കോട്ടൊന്ന് പോയി നോക്കാം. അവിടെയൊക്കെ ആയിരിക്കും കൂടുതലും ഡിനോസർ കാണുന്നത്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇപ്പോൾ നേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കർണാടോറസിനെ കണ്ടിട്ടുണ്ട്. അവന്മാരെ പുറകെ വെച്ച് ഒന്ന് പോയി നോക്കാം. അവന്മാർ താഴോട്ടാണോ, അവന്മാരെങ്ങോട്ട് പോകുന്നുണ്ടോ? അവന്മാരുടെ പുറകെ ഒന്ന് പോയി നോക്കാം. നമുക്കുണ്ടോ പേടിയോ? അവിടെ ഫൈറ്റിങ് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെ ഓടി നടക്കുന്നുണ്ട്. നൈസായിട്ട് ഒന്ന് എൻ്റെ ഒരു കുണ്ടിക്കൊരു കടി കൊടുത്താൽ. കൊടു. ഓ കൊണ്ടില്ല. അയ്യോ എൻ്റെ പൊന്നടാവുക. അവൻ നൈസായിട്ടൊന്നും തൊട്ടതേ ഉള്ളൂ. നമ്മുടെ ലൈഫിനുള്ളിൽ പോയി ഇല്ലാണ്ടായി. അവൻ നമുക്കൊരു എതിരാളിയേ അല്ല അവന് നമ്മളൊരു എതിരാളി അല്ലാത്തതുകൊണ്ട് അവൻ നമ്മളെ വിട്ട്. അവനൊന്നും തൊട്ടതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു അത്തന്ന്. നമുക്ക് നൈസായിട്ട് അമ്മര് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഹീലടിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ചൊറിയാൻ പോവാം. ഹീലാട്ട സാധാരണ ഇങ്ങനെ വരാൻ ആവശ്യമില്ല. നമ്മൾ നൈസ് അവൻ്റെ കയ്യിൽ നിന്ന്. പക്ഷെ അവൻ അടിച്ചത് കൃത്യം അടി കൊണ്ട്. അതാണ്. അല്ലാതെ നമുക്ക് അവൻ്റെ കാലിൻ്റെ ഇടയ്ക്കുള്ളൊക്കെ കയറി പോകായിരുന്നു. പോയി 2 കടിയൊക്കെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവൻ ഒറ്റ കടി തന്നെ നമ്മളെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. വിശക്കൊന്നുമുണ്ട്, വയറ്റിലൊന്നും ഇല്ല. ഹീലാട്ട. അവന്മാർ പോയെന്ന് തോന്നുന്നു കേട്ടോ. അവന്മാർ 2 പേരുണ്ടായിരുന്നു. ഇണകളാന്ന് തോന്നുന്നു. ലൈഫ് നൈസായിട്ട് ഫുള്ളാകുന്നുണ്ട്. അവന്മാർ പോയ വഴിയെ നമുക്ക് പോയി നോക്കാം. ലോണ്ട നിൽക്കുന്നത് വേറൊരുത്തനുണ്ട്. അവിടെ ഫൈറ്റാന്ന് തോന്നുന്നു കേട്ടോ. ദേഹത്ത് മുള്ളൊക്കെ ഉള്ള ടീമുണ്ട്. അവന്മാർ ഫൈറ്റിങ്ങാന്ന് തോന്നുന്നു. നമുക്ക് മറ്റവനിട്ട് ഒരു കടി കൊടുത്ത് നോക്കാം നൈസായിട്ട്. അവിടെ ഫൈറ്റിംഗ് ആണ്. അവൻ്റെ ഇതിനൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചത്ത് പോയി നോക്കാം. അയ്യോ ചത്ത്. പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പേ ചത്ത്. നമ്മൾ പിന്നെയും ജനിച്ചു ഗൈസ്. അതോ ഒറ്റയടിക്ക് ചത്തുപോയി. നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ പിന്നെയും ജനിക്കും, നമ്മൾ പിന്നെയും ചാവും. ഈ കളി ഫുള്ള് മരണക്കളിയാണ്. അതുകൊണ്ട് ഗതി പിടിക്കാൻ പറ്റാത്തൊരു കളിയായിപ്പോയി. അത് ഈ കുരുപ്പായോണ്ടാണ് ഒറ്റക്കടിക്ക് ചത്തുപോവുക. ഇവന് ലൈഫ് തീരെ കുറവാണ്. നമ്മൾ ആദ്യം നമ്മളെ മുതലായിട്ട് ഓടിച്ച ആ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. മുതലൊക്കെ പോയി കാണും. ഓഹി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീന്തി കളിക്കുക. ഇപ്പം അതല്ലാതെ നമ്മളെ കൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല നമ്മളെ കട്ടി ചെറിയ വല്ലന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് പണിയാൻ പോകും. അല്ല ഈ വല്യന്മാരുടെ ചൊറിയാൻ പോകുന്നത് നമുക്ക് പ്രശ്നമാണ്. അമ്മമാർ ഒറ്റ കടിക്കില്ല. നമ്മൾ 2 വട്ടം വല്യന്മാരെ കണ്ട് അങ്ങോട്ട് ചെന്നു. ഒരു വട്ടം മുതലേയും പിടിച്ച് നേരത്തെ മറ്റവനും അടിച്ചു പോന്നു. ഒറ്റയടിക്ക് ചത്തുപോയി. ഓട്ടം നോക്കിയേ. ഇച്ചിരി ഉള്ളു, എന്നാലും അഹങ്കാരമേ. പക്ഷെ ആരും കാണുന്നില്ല. ചെറിയ ഡിനോസർമാരെ ആരും കാണുന്നില്ല. കാണുന്നതെല്ലാം കുറേ ആന ഡിനോസർ. അമ്മാരെ നമ്മളെന്തോ ചെയ്യാൻ? ഓഹൈ ഓടിക്കോ. അവിടെ ഏതെങ്കിലും ചെറിയ ഡിനോസർമാർ വാടാവുന്നു വന്നു കഴിഞ്ഞാന്നെങ്കിൽ നമുക്കൊന്ന് ഏറ്റുമുട്ടായിരുന്നു. ഇവിടെ ആരുടെ കാലടി ശബ്ദം കേട്ട പോലെ തോന്നി. പക്ഷെ ആരും കാണുന്നില്ല. നമ്മുടെ
കണ്ടപ്പോൾ തന്നെ അവന് പേടിച്ചോടിയെന്ന് തോന്നുന്നു. നമ്മൾ ഭീകരനാണെന്ന് അവന് മനസ്സിലായി. ആ വ്യൂ ഒക്കെ കണ്ട? വലിയ വ്യൂ ഒന്നും ഇല്ല, എന്നാലും ചുമ്മാ നമ്മൾ മാപ്പിൻ്റെ നടുക്ക് വന്ന്. പക്ഷെ എന്നിട്ടും ആരും കാണുന്നില്ല. ഒന്ന് കരഞ്ഞേക്കാം. ആരെങ്കിലും ഉണ്ടടാ? ആരുമില്ല. നമുക്ക് പിന്നെയും തെണ്ടി തിരിഞ്ഞ് നടക്കാൻ ഇവിടോട്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണും. അപ്പം നമുക്ക് അമ്മരെ ചൊറിയാൻ പോവാം. അമ്മരെ കയ്യിൽ നിന്ന് അടി കൊണ്ട് ഇത് തന്നെ. ഓടിക്കോ. ഇവിടെ ആരും ഇല്ലല്ലോ. ഡിനോസർ കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോയി? ആരെയും കാണുന്നുമില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. ഇനി വേറൊരു വീഡിയോ കാണാം. അപ്പോൾ ടാറ്റ.